ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രണ്ടാമത്തെ ദിവസം ജെംസ് ഗാലറി പട്ടായ. അവിടെ ഈ രത്ന കല്ലുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി, സെയിലിംഗ്, അതുപോലെ ഗോൾഡ് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റാണത്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്നത്. അവിടെ അത് കണ്ടില്ല, പൂജിക്കാനായിട്ട് അവിടുത്തെ എന്തൊക്കെയാണോ മെയിനായിട്ടുള്ള വിഭവങ്ങൾ അതെല്ലാം ആദ്യം പൂജിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരു മ്യൂസിയം പോലെ തന്നെ അതിനകത്ത് ഒരു അരമണിക്കൂർ നമുക്കൊരു ഗുഹയൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് അതിനകത്ത് ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോയി കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം ഓരോ കല്ലുകളും എന്താണ്, അതിൻ്റെ പേര്, അതെന്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവരിക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളിതെല്ലാം കണ്ടു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും വലിയ സംഭവമാണ്. നമ്മുടെ ജ്വല്ലറികളിലൊക്കെ വരാറുണ്ട് ഈ ഐറ്റം. അത് ഓരോ നക്ഷത്രക്കാർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സംഗതികളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് നേരിട്ട് കാണാൻ ഞങ്ങൾക്കൊരു അനുഭവം കിട്ടി. അങ്ങനെ ഒരുപാടുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ എത്ര ഐറ്റംസാണ്. അത് ഓരോരുത്തരും അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് മണിക്കൂറുകളോളം കറങ്ങാനുണ്ട് അത് മൊത്തമായിട്ട് കണ്ട് ഇറങ്ങാനായിട്ട്. രാവിലെ ഫസ്റ്റ് വന്നത് ഇതിൻ്റെ കാഴ്ച കാണാനൊക്കെ ആയിരുന്നു. അത് കണ്ടില്ലേ, റിപ്പയർ പോലെ ചെയ്യണം. മറ്റൊന്ന് ചെറിയ സംഗതികളൊക്കെ കൊണ്ട് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തന്നു. നമുക്ക് വേണമെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. നമ്മുടെ സ്റ്റാർ പറഞ്ഞാൽ അവർ നമുക്ക് ഏതാണ് സ്റ്റാർ പറഞ്ഞാൽ അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള സ്റ്റോൺ അവർ തരും. പിന്നെ അതുപോലെ ഗോൾഡ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ടാക്സിൻ്റെ ഇനത്തിൽ ഇളവുണ്ട്. അത് നമുക്ക് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ടാക്സ് ഒഴിവാക്കിയിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ പോയതിൽ കുറച്ച് പേരൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Sachet bleu, septembre. Et ça, il y a un certificat de garantie là. Et ça, c'est sachet bleu. Et bien bon. C'est un exemple. Donc, moi, c'est sachet bleu. Sorry. Monsieur, Décembre, c'est topaz bleu. Turquoise. Wow. അടുത്ത് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ഹാളിലേക്ക് പോവാണ്. ഭക്ഷണം എന്താ പറയുക, വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാം. ചൈനീസാണ്. ചൈനീസ് അല്ല, എന്താണ് ഇതല്ല. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി അടുത്ത് ഒരു വലിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്.
ആ ഗാർഡനിൽ എൻട്രി കയറി. ബട്ട് അത് നമുക്ക് നടന്ന് കാണാനുള്ള ഒരു സ്പേസ് അല്ല, അത് കിലോമീറ്റർ കണക്കിനാണ്. അപ്പോൾ അതിനകത്ത് ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെഹിക്കിളിൽ കയറി കഴിഞ്ഞാൽ അവർ എല്ലാ ഏരിയ കവർ ചെയ്തിട്ട് ആ കവർ ചെയ്യാൻ തന്നെ മണിക്കൂറാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം കുറച്ച് ഏരിയ കവർ ചെയ്തുകൊണ്ട് വളരെ വൃത്തിയായിട്ടാണ് ആ ഗാർഡൻ സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചകൾ. സെറ്റപ്പ്. Super. Random sky. Şöyle. അങ്ങനെ പട്ടായ ഗാർഡൻ കണ്ട് കഴിഞ്ഞിട്ടില്ല എങ്കിലും മീറ്റിങ്ങിന് സമയമായതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് മീറ്റിംഗ് ഹാള്. അവസാനം ഒരുപാട് ആനകൾ കാണാൻ കഴിഞ്ഞു. ആനപ്പുറത്ത് കയറണമെന്നുണ്ടായിരുന്നു, സമയമില്ലാത്തത് കൊണ്ട് കയറിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് മീറ്റിംഗ് ഹാള്. അങ്ങനെ
നൈസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലെത്തി. നൈസ്. ഇവിടെയാണ് ഇന്നത്തെ JOTC മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ബോക്സിംഗ് താരമായ മേരി കോമാണ്.